മറ്റൊരാളെ നന്നാക്കാനോ നശിപ്പിക്കാനോ നിങ്ങൾ ശ്രമിക്കണ്ട. നിങ്ങളെ ഉദ്ധരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. നിങ്ങളെ ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. ലോകത്തെ ഉദ്ധരിക്കാൻ ഒരുപാട് ആൾക്കാർ ഉണ്ട്. എത്രയോ പേര് വന്നിട്ട് കാലയവനികയിൽ മറഞ്ഞു പോയി കഴിഞ്ഞു. പുതിയ ആളുകളെത്തും ലോകം നന്നാക്കാൻ. പക്ഷേ നിങ്ങളാരുദ്ധരിക്കും സുഹൃത്തെ? ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാത്മൈവ രിപുരാത്മനഃ. നിങ്ങളെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെ ഒരിക്കലും താഴ്ത്തരുത്, എപ്പോഴും ഉയർത്തുക തന്നെ വേണം. ഉദ്ധരിക്കുകയാണ് വേണ്ടത്. ലോകത്തെ ഉദ്ധരിക്കാൻ മഹാവിഷ്ണു അവതരിക്കും. നിങ്ങളെ ഉദ്ധരിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നല്ലപോലെ മനസ്സിലാക്കണം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഈശ്വരൻ്റെ വാഗ്ദാനമാണ്. ഞാൻ അവതരിക്കും അധർമ്മത്തെ നശിപ്പിക്കാൻ. എൻ്റെ ഉള്ളിലുള്ള അഹങ്കാരത്തെ ഭഗവാൻ നശിപ്പിക്കും എന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ അഹങ്കാരനാശം നിങ്ങൾ തന്നെ നേടിയെടുക്കണം. അതിനുള്ള പ്രയത്നം ജീവൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവണം. അപ്പോൾ ഹരി നിരിച്ഛയേ വാസ്തേ, യാതൊരു ഇച്ഛയും കൂടാതെ നിസ്സംഗനായി അനന്തൻ്റെ പുറത്ത് ശയിക്കുന്നു. ആരാണ് ഈ ഹരി? ശുദ്ധ ചിന്മാത്ര രൂപഭൃത്. ശുദ്ധ ചൈതന്യമാണ് ശ്രീഹരിയായി പാലാഴിയുടെ പുറത്ത് ശയിക്കുന്നത്. പാലാഴി, അതിൻ്റെ പുറത്ത് അനന്തനാഗം, അനന്തനാഗത്തിൻ്റെ പുറത്ത് മഹാവിഷ്ണു. ആ രൂപത്തെ കണ്ട് ഭ്രമിക്കരുത്, അത് ശുദ്ധ ചിത്താണ്. ഇങ്ങനെ ത്രിമൂർത്തികളിൽ രക്ഷകനായിരിക്കുന്ന വിഷ്ണു പോലും ഈ ലോകത്തിൽ എന്തു വേണമെങ്കിലും സംഭവിച്ചോട്ടെ എന്ന് ഒരു കൂസലുമില്ലാതെ വളരെ ശാന്തനായി അവതരിക്കേണ്ട സമയമാകുമ്പോൾ അദ്ദേഹം വരും. അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നില്ല. പക്ഷേ അയ്യോ, ഇവിടെ ലോകത്ത് കംസനെ കൊണ്ട് പൊറുതി മുട്ടുന്നല്ലോ, രാവണനെ കൊണ്ട് ജനങ്ങൾക്ക് ഇരിക്കെ പൊറുതിയില്ല, ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, ശിശുപാലൻ, ദന്തവക്ത്രൻ, ഇങ്ങനെയുള്ള ദുഷ്ടന്മാർ ലോകത്തെ പീഡിപ്പിക്കുന്നുണ്ടല്ലോ. പീഡിപ്പിക്കപ്പെടേണ്ടവരുണ്ട്, അത് അവരുടെ പ്രാരബ്ധം. അതുകൊണ്ട് പീഡകരും ഉണ്ടാവും. അല്ല, നിങ്ങൾ ഇത്ര കണ്ണി ചോരയില്ലാതെ സംസാരിക്കരുത് കേട്ടോ. നമ്മൾ രക്ഷിക്കണ്ടേ ഈ ലോകത്തെ? രക്ഷിച്ചോളൂ. എന്നും പീഡനം ഈ ലോകത്തുണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടാവും. ഇപ്പോഴും ഉണ്ട്, ഇനിയും ഉണ്ടാവും. ബാലപീഡനമായാലും സ്ത്രീപീഡനമായാലും പുരുഷപീഡനമായാലും നപുംസക പീഡനമായാലും ആരെ വേണമെങ്കിലും പീഡിപ്പിക്കാമല്ലോ. പീഡിപ്പിച്ചൂടെ? ശാരീരിക പീഡനം മാത്രമല്ല, മാനസിക പീഡനവും ഈ പീഡനത്തിനകത്ത് പെടും. ഒരാൾക്ക് മറ്റൊരാളെ എങ്ങനെയൊക്കെയാണ് ദ്രോഹിക്കാൻ കഴിയുക? അനേകം വഴികളുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ഗതിവിഗതികളെ മാറ്റാൻ മനുഷ്യർക്ക് സാധ്യമല്ല. ജ്ഞാനികൾക്ക് പോലും അത് സാധ്യമല്ല. അങ്ങനെ അവർ പോലും തോൽവി സമ്മതിച്ച ഒരു സ്ഥലത്ത് നമ്മളെന്ത് കാട്ടിക്കൂട്ടാൻ? നമ്മളാരാണ്? ലോകത്തെ നന്നാക്കാൻ നമ്മളാരാണ്? നമ്മളാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. ഇവിടെയുള്ള സംഭവങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തി നമുക്കുണ്ടോ? അല്ലേ? എന്നാലും ഉള്ളിൽ നിന്ന് ഒരു തള്ളലിങ്ങനെ വരുന്നുണ്ടല്ലോ. പാവപ്പെട്ടവരെ ഉദ്ധരിക്കണം, ആളുകളുടെ ദാരിദ്ര്യം മാറ്റണം. അതൊക്കെ നല്ലതല്ലേ സ്വാമി? നല്ലതാണ്. പക്ഷേ ഈ ഉന്തലെന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടാകുന്ന ഒരു ചലനം, മനസ്സിൻ്റെ ചലനം ഒരിക്കലും നല്ലതല്ല. അപ്പോഴോ നന്നാക്കണം എന്നുള്ളതും നശിപ്പിക്കണം എന്നുള്ളതും മനസ്ഥലത്തിലുള്ള ചലനമാണ്. നന്നാക്കണ്ടെന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. മനസ്സ് ചലിക്കാതെ, ഞാൻ ഭാവം പൊന്താതെ ഈ ലോകത്തെ നന്നാക്കിക്കോളൂ, അല്ലെങ്കിൽ വഷളാക്കിക്കോളൂ. ലോകത്തെ മുഴുവൻ കൊന്നൊടുക്കിക്കോളൂ അർജുന, നിനക്ക് ഒരു പാപവും ഇല്ല. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. യസ്യ നാഹങ്കൃതോ ഭാവോ ബുദ്ധിർ യസ്യ നലിപ്യതേ
ഹത്വാപി സ ഇമാൻ ലോകാൻ ഹന്തിന നിബധ്യത്തെ. ഈ ലോകത്തെ മുഴുവൻ കൊന്നൊടുക്കിക്കോളൂ, നിനക്ക് പാപം വരില്ല. പക്ഷേ ഞാൻ കൊല്ലുന്നു എന്നുള്ള ചിന്തയില്ലാതെ വേണം ആ കൃത്യം നിർവഹിക്കാൻ. അതുപോലെ ലോകത്തെ നന്നാക്കുന്ന അല്ലെങ്കിൽ ഉദ്ധരിക്കുന്ന കർമ്മവും ചെയ്തോളൂ. അവിടെയും ഈ ഞാൻ എന്നുള്ള ഭാവം ഉണ്ടാകാതെ ശ്രദ്ധിച്ചോളണം. ഞാൻ കയറി വന്നോ കുഴപ്പമാണ്. ത്രിമൂർത്തികൾ പോലും അഹങ്കാരത്തിന് വശംവദരാകാതെ ആത്മനിഷ്ഠരായി നിന്നുകൊണ്ടാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്നത്. ആത്മാനമാന്തോളയതേ കാലകന്തുകതാം ഗതം അജസ്രം നിത്യമാദിത്യോ ജഗദ്ഗൃഹനഭോങ്കണേ. ഈ സൂര്യഭഗവാന്റെ കാര്യമാണ് അടുത്ത ഉദാഹരണമായി പറയുന്നത്. ആകാശത്തിലൂടെ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന, ഭൂലോകവാസികൾ കരുതുന്ന ആ ആദിത്യ ഭഗവാനുണ്ടല്ലോ, ഒരു പ്രകാശപുഞ്ചമാണ് അദ്ദേഹത്തിൻ്റെ ശരീരം. പ്രകാശഗോളം, കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം. ആദിത്യ ഭഗവാൻ, സൂര്യദേവൻ എന്നാണ് പറയുന്നത്. ആ സൂര്യദേവൻ്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്നാണ്. നമ്മൾ സൂര്യ നമസ്കാരം ചെയ്ത് സൂര്യനെ പ്രീതിപ്പെടുത്തി അദ്ദേഹത്തിൽ നിന്ന്, സൂര്യനിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടേണ്ടത്? ആരോഗ്യം ഭാസ്കരാദിച്ഛേത്. ഭാസ്കരനിൽ നിന്ന് ഇച്ഛിക്കേണ്ടത് ആരോഗ്യമാണ്. നമുക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നത് സൂര്യദേവനാണെന്ന് അങ്ങനെയാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ആരോഗ്യം വേണോ? സൂര്യനെ ഉപാസിക്കും. ഓരോ ദേവനെ ഉപാസിച്ചാൽ ഓരോന്ന് കിട്ടുമെന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ ശരീരത്തിൽ രോഗങ്ങളൊന്നും ഉണ്ടാവരുത്, പൂർണ്ണ ആരോഗ്യം വേണം എന്നുണ്ടെങ്കിൽ സൂര്യദേവനെ ഉപാസിച്ചോളൂ, ആരാധിച്ചോളൂ. അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കും. ആ സൂര്യദേവൻ്റെ കഥ എന്താണെന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. ആത്മാനം ആന്തോളയതി. അദ്ദേഹം ഈ ശൂന്യാകാശത്തിൽ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. സൂര്യൻ ചലിക്കുന്നില്ല. ഭൂമിയിൽ നിന്ന് നോക്കുന്നവർക്ക് സൂര്യൻ ചലിക്കുന്നത് പോലെ കാണപ്പെടുന്നു എന്നുള്ളതൊക്കെ ശരി. പക്ഷേ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. ആപേക്ഷികമായി ചലിക്കാത്ത സൂര്യനും ആപേക്ഷികമായി ചലിക്കുന്ന സൗരയൂഥ അംഗങ്ങളും, ഈ സൗരയൂഥം ഒന്നടങ്കം സൗരയൂഥത്തെ ഉൾക്കൊള്ളുന്ന ക്ഷീരപഥം അല്ലെങ്കിൽ മിൽക്കി വേ, അത് മൊത്തം അനന്തവേഗത്തിൽ ശൂന്യാകാശത്തിലൂടെ എങ്ങോട്ടോ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നത്. അതുകൊണ്ട് ഈ ലോകത്ത് ഒന്നും നിശ്ചലമായിരിക്കുന്നു എന്ന് വിചാരിക്കരുത്. നിശ്ചലതയും ചലനവും സാപേക്ഷമാണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ താരതമ്യേന നിശ്ചലമായി തോന്നുന്നു സൂര്യദേവൻ. അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ എന്താണ്? അദ്ദേഹം നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ശൂന്യാകാശത്തിലൂടെ. കാലകന്തുകതാം ഗതം. കാലത്തിൻ്റെ കയ്യിലെ കളിപ്പന്താണ് ഈ സൂര്യൻ. നമ്മൾ കാലുകൊണ്ട് പന്ത് തട്ടുന്നില്ലേ? അതുപോലെ ഈശ്വരശക്തിയായ കാലത്തിൻ്റെ കൈകളിലെ പന്താണ് ഈ സൂര്യഭഗവാൻ. ഭഗവാൻ സൂര്യചന്ദ്രാദികളെ കാലുകൊണ്ട് തട്ടിക്കളിക്കുന്നു എന്നാണ്. നമ്മുടെ കാര്യം പറയാനുണ്ടോ? കന്തുകം എന്ന് പറഞ്ഞാൽ പന്ത്. ആ കന്തുകം എന്നുള്ള വാക്കിനെയാണ് ഹിന്ദിയിൽ ഗേന്ദ് എന്ന് പറഞ്ഞത്. പന്ത് എന്നുള്ളതിന് ഹിന്ദിയിൽ ഗേന്ദ് എന്നാണ്. കന്തുകം തന്നെയാണ് ഗേന്ദ് എന്ന് അവർ മാറ്റിയത്. അപ്പോൾ കാലത്തിൻ്റെ കയ്യിലെ ഒരു കളിപ്പന്തായി മാറിയിരിക്കുന്നു ഈ സൂര്യദേവൻ. നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് സഞ്ചാരം നിർത്താൻ പറ്റില്ല. ഇന്നേ വരെ ഒരൊറ്റ ക്യാഷ് ലീവ് പോലും അദ്ദേഹം എടുത്തിട്ടില്ല. അദ്ദേഹത്തിന് 365 ദിവസവും പ്രവൃത്തി ദിവസങ്ങളാണ്. ആ സർവേശ്വരനെ ഭയന്ന് സൂര്യൻ ഉദിക്കുന്നു എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ഭീഷാസ്മാത് വാതഃ പവതേ ഭീഷോദേതി സൂര്യഃ ഭീഷാസ്മാദഗ്നിശ്ചേന്ദ്രശ്ച മൃത്യുർധാപതി പഞ്ചമയിതി. ദേവന്മാരുടെ പോലും നില പരുങ്ങലിലാണ്. ഭീഷാസ്മാത് വാതഃ പവതേ. എന്തിനാ ഈ കാറ്റ് വീശുന്നത്?
വായുദേവനെ ഒരിടത്ത് അടങ്ങിയിരുന്നാൽ പോരെ? അദ്ദേഹത്തിന് വീശാതിരിക്കാൻ പറ്റില്ല. ഈ സത്യത്തെ ഭയന്ന് കാറ്റ് വീശുന്നു. ഭീഷോദേതി സൂര്യ. ഈ സത്യത്തെ ഭയന്ന് തന്നെയാണ് സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കൃത്യം ആകാശത്തിലൂടെയുള്ള ആ നിരന്തര ചലനം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സത്യത്തെ ഭയന്നിട്ടാണ്. ഭീഷാസ്മാത് അഗ്നിശ്ച ഇന്ദ്രശ്ച. അഗ്നിയും ഇന്ദ്രനും പോലും ഈ സത്യത്തെ ഭയപ്പെടുന്നു. മൃത്യുർധാവതി പഞ്ചമയിതി. അഞ്ചാമതായി പറയപ്പെടുന്ന വായുവിനെ ആദ്യം പറഞ്ഞു, ഇന്ദ്രൻ, അഗ്നി, പിന്നെ സൂര്യൻ. അഞ്ചാമതായിട്ട് മരണദേവനായ യമനെയാണ് പറയുന്നത്. യമധർമ്മൻ സത്യത്തെ ഭയന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവനെടുക്കൽ, ജീവൻ അപഹരിക്കൽ എന്നുള്ള കൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര പേരുടെ ജീവനെടുത്തു? അദ്ദേഹത്തിന് എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് റിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം BRS എടുക്കുകയോ ചെയ്തൂടെ? പറ്റില്ല. മോളിലുള്ള ആളെ അക്സെപ്റ്റ് ചെയ്യില്ല. ഇത് നിൻ്റെ ഡ്യൂട്ടിയാണ്. ഇത്ര കൊല്ലം ജീവികളുടെ പ്രാണൻ അപഹരിച്ചോളണം. റിസൈൻ ചെയ്തൊന്നും പോകാൻ പറ്റില്ല. ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റില്ല. ഗതികേട് കൊണ്ടാണ് യമൻ ജീവികളുടെ പ്രാണൻ അപഹരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തു ചെയ്യാൻ പറ്റും? എല്ലാവരും കാലത്തിൻ്റെ കയ്യിലെ വെറും കളിപ്പാട്ടങ്ങൾ. പക്ഷേ ഈ കളിപ്പാട്ടങ്ങളെല്ലാം ജഡശരീരങ്ങളാണെന്ന് ഓർക്കണം. അതുപോലെ സൂക്ഷ്മജഡമായ മനസ്സും ഈശ്വരൻ്റെ കയ്യിലെ കളിപ്പാട്ടമാണ്. ഞാൻ ആത്മാവാണ് എന്ന അറിവിൽ ഉറച്ചാൽ, അല്ലെങ്കിൽ ആ ചിന്തയിൽ ഉറച്ചു നിന്നാൽ, നമ്മൾ ആരുടെയും കയ്യിലെ കളിപ്പാട്ടമാവില്ല. കാരണം ഈ കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കുന്നത് ഈശ്വരനാണ്. ഞാനാണ് സൂര്യനായി പ്രകാശിക്കുന്നത് എന്നാണ് രാമതീർത്ഥൻ പറഞ്ഞത്. സ്വാമി രാമതീർത്ഥൻ സൂര്യനായി പ്രകാശിക്കുന്നത് ഞാനാണ്. അദ്ദേഹം കാലത്തിൻ്റെ കയ്യിലെ ഒരു പന്താണ് എന്ന് വസിഷ്ഠൻ പറയുമ്പോൾ ആ സൂര്യൻ്റെ ഉള്ളിൽ പ്രകാശമായി സൂര്യനെ പ്രകാശിപ്പിക്കുന്നത് ഞാനാണ്. സൂര്യനെ അപ്പോയിൻ്റ് ചെയ്തത് ഞാനാണെന്ന്, അദ്ദേഹത്തിന് ജോലി കൊടുത്തത് ഞാനാണ്. എൻ്റെ ഭൃത്യനാണ് സൂര്യചന്ദ്രന്മാർ. അങ്ങനെയൊക്കെ എപ്പോൾ സംസാരിക്കാൻ പറ്റും? ഞാൻ ഈശ്വരനാണെന്ന് അറിയുമ്പോൾ, ഞാൻ ആത്മാവാണ് എന്ന സത്യം തിരിച്ചറിയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാം. അജസ്രം നിത്യമാദിത്യോ ജഗദ്ഗൃഹനഭോങ്കണേ. ഈ ജഗത്താകുന്ന വീട്ടിൻ്റെ മുറ്റത്ത് നിത്യവും ആദിത്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഈശ്വരൻ്റെ കയ്യിലെ ഒരു പന്ത് പോലെയാണ്. ഈശ്വരൻ ഈ ജഗത്തിൻ്റെ മുറ്റത്ത് സൂര്യനാകുന്ന പന്ത് ഉപയോഗിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹമാണ് കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നത്. അവസാനം സൂര്യൻ്റെ കാലം കഴിയുമ്പോൾ അദ്ദേഹം ഒരൊറ്റ ചവിട്ട് ചവിട്ടും, ഒറ്റ തട്ട് തട്ടും, പന്ത് ഗോൾ പോസ്റ്റിന് അപ്പുറത്ത് പോവും. പിന്നെ വരില്ല. സൂര്യൻ കാലയവനികയിൽ അപ്രത്യക്ഷമാകും. അതുവരെ ഇതിനെ വെച്ച് ഇങ്ങനെ തട്ടിക്കളിക്കും. അഹോ നാടകം നിഖിലവും എന്നല്ലേ ജന്മി നവരത്ന മഞ്ജരിയിൽ ഗുരുദേവൻ പറയുന്നത്. എല്ലാം നാടകം. നാടകം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. വെറും ഒരു കളി അല്ലെങ്കിൽ തമാശ. തമാശ ദേഖോ. തമാശയാണെന്നറിയണം, എന്നാലേ രസിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ കളി കാര്യമാവും. കളി കാര്യമാകാതെ നോക്കിക്കൊള്ളണം. അതിനത് കളിയാണെന്നറിയണം. അഖണ്ഡ ബോധത്തിലെ വെറും കളിയോ ഇന്ദ്രജാലമോ ആണ് ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിൽ നടക്കുന്ന സംഭവങ്ങളും. അല്ലാതെ ഇതിലൊക്കെ കയറി മസിൽ പിടിച്ചു കഴിഞ്ഞാൽ തൊലഞ്ഞു പോവും. നമ്മുടെ സ്വസ്ഥത പൂർണ്ണമായും നഷ്ടപ്പെടും. സൂര്യാദീനാമപി നിരിച്ഛാനാമേവ
പ്രാണി കർമാനുസാരാദേവ സ്വസ്വാധികാര പാലനമിത്യാഹ. സൂര്യൻ മുതലായ ദേവന്മാർക്ക് പോലും അവരൊക്കെ നിരിച്ഛന്മാരാണെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കർമ്മം ചെയ്യണം എന്നുള്ള ആഗ്രഹമില്ല. ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ദേവതാഭാവമുണ്ട്. അഗ്നിയുടെ ഉള്ളിൽ അഗ്നിദേവൻ, വായുവിൻ്റെ ഉള്ളിൽ വായുദേവൻ, ജലത്തിൻ്റെ ഉള്ളിൽ വരുണദേവൻ. ഇങ്ങനെ ഓരോന്നിനും ഓരോന്നിനെയും ദേവതയുമായി നമ്മൾ ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അവരൊക്കെ വാസ്തവത്തിൽ ജീവൻ മുക്തന്മാരാണ്. പിന്നെ എന്തിനാണ് അവർ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്? അത് അവരുടെ പ്രാരബ്ധം. നമ്മുടെ പ്രാരബ്ധം നമ്മൾ അനുസരിച്ച് ജീവിക്കുന്നില്ലേ? ആ പ്രാരബ്ധം അനുസരിച്ച് ജീവിക്കുന്നില്ലേ? നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. ജ്ഞാനി പോലും തൻ്റെ ശരീരത്തിനെ പ്രാരബ്ധത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. അതുപോലെ പ്രപഞ്ച ഘടകങ്ങൾ ഓരോന്നും ഈശ്വരൻ്റെ നിയമത്തിന് വിധേയമാണ്. ഒന്നിനും സ്വതന്ത്രമായി രക്ഷപ്പെടാൻ പറ്റില്ല. ഈ നക്ഷത്രങ്ങളും ഗോളങ്ങളുമൊക്കെ ശൂന്യാകാശത്തിൽ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നു. ഒരെണ്ണത്തിനെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്നുണ്ടോ? ഒരു നിശ്ചിത പന്ഥാവിലൂടെ ഇവർ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ധൂമകേതുക്കൾ അല്ലെങ്കിൽ വാൽ നക്ഷത്രങ്ങൾ പോലും പോയി എന്ന് പറയുമ്പോൾ 76 കൊല്ലത്തിനൊരിക്കൽ തിരിച്ചു വരുന്നു. അതാണ് ഹാലിയുടെ ധൂമകേതു, ഹാലീസ് കോമറ്റ്. ഓരോ 76 കൊല്ലം കൂടുമ്പോഴും അത് തിരിച്ചു വരും. അപ്പോൾ സാറ് ഇതുവരെ എവിടെയായിരുന്നു സാറ്? 76 കൊല്ലമായിട്ട് കാണാനില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഒരു പുരുഷായുസിൽ ഹാലിയുടെ ധൂമകേതുവിനെ ഒരു പ്രാവശ്യമേ കാണാൻ പറ്റും. 1910 ഈ ധൂമകേതു ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ഹാലി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ പേരാണ്. അദ്ദേഹത്തിൻ്റെ പേരിട്ടു. അപ്പൂപ്പൻ്റെ പേര് സ്വന്തം മക്കൾക്ക് ഇടുന്നത് പോലെ ഹാലി എന്നുള്ള ശാസ്ത്രജ്ഞനാണ് ഇതിനെ കണ്ടെത്തിയത്. അദ്ദേഹം തൻ്റെ പേര് തന്നെ നൽകി, ഹാലീസ് കോമറ്റ്. 1910 വന്നു. പിന്നീട് 76 കൊല്ലങ്ങൾ കഴിഞ്ഞ് 1986 ഇതേ ധൂമകേതു തിരിച്ചു വന്നു. അത് നഗ്നനേത്രങ്ങൾക്ക് ഗോചരമല്ലായിരുന്നു. ഈ വാനനിരീക്ഷണ കേന്ദ്രത്തിലൂടെയൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിനെ കാണാമായിരുന്നു. 86 ഇനി 76 കൊല്ലം കഴിയുമ്പോൾ അപ്പോഴും നമ്മളൊന്നും ഉണ്ടാവും, വേറെ ഏതെങ്കിലും രൂപത്തിലായിരിക്കും. അങ്ങനെ പറയില്ല. ടാറ്റ അങ്ങനെ പറയാൻ സമ്മതിക്കരുത്. അത് സ്വാമി പറയും, വല്ല പട്ടിയോ പൂച്ചയോ മാക്രയോ ആയിട്ട് എവിടെയെങ്കിലും ഉണ്ടാവുന്നു. ഏത്? കീർത്തി ശരീരിയായിട്ട്. അല്ല, നമ്മൾ അത്രമാത്രം പാപമൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീചയോനികളിലൊന്നും ജനിക്കത്തില്ല. സ്വാമി തമാശയ്ക്ക് മാക്രിയായിട്ടോ പൂച്ചയായിട്ടോ പെരിച്ചാഴിയായിട്ടോ ഒക്കെ നമുക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാം എന്നൊക്കെ പറയുമെങ്കിലും ന്യായമായി ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും നീചയോനികളിൽ ജനിക്കേണ്ടി വരില്ല. ഗന്ധർവനായിട്ട് യക്ഷനായിട്ടോ അവിടെ അപ്സരസുകളുടെയും കിന്നരിമാരുടെയും പുറകെ നടക്കരുത്. അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്. അവിടെ ഈ മായയിൽ ഭ്രമിച്ച് പോരുത്. ഊർധ്വലോകങ്ങളിലൊക്കെ നമുക്ക് ജനിക്കാം, അവിടെ ജീവിക്കാം. പക്ഷേ മായ പിടികൂടാതെ ശ്രദ്ധിച്ചോളണം. അപ്പോൾ ഈ സൂര്യാദി ദേവന്മാർക്ക് പോലും അവർ ഇച്ഛയില്ലാത്തവരാണെങ്കിൽ പോലും പ്രാണികർമാനുസാരാദേവ സ്വസ്വാധികാര പാലനം, ജീവികളുടെ കർമ്മങ്ങൾ കാരണമായിട്ട് എന്ന് പറഞ്ഞാൽ അനേകം ജീവന്മാരുടെ പ്രാരബ്ധം കാരണമായിട്ട് അവർക്ക് അവരുടെ കർമ്മം ചെയ്യേണ്ടി വരുന്നു. അതിൽ നിന്ന് അവർക്ക് വിട്ടു നിൽക്കാൻ കഴിയില്ല. ഈ ലോകത്തിന് പ്രകാശം പകരുന്ന ആരാണ്? സൂര്യദേവൻ. ഇത്ര കാലം പ്രകാശിച്ചോളണം എന്ന് ചട്ടം കെട്ടിയിരിക്കുകയാണ് സൂര്യദേവനെ. ആര്? ജഗതീശ്വരൻ. ആ ആജ്ഞയ്ക്ക് ഭയപ്പെട്ടാണ് സൂര്യദേവൻ തൻ്റെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി ചെയ്യുന്നു, ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ. അങ്ങനെ അവരവരുടെ അധികാരക്ഷേത്രത്തിൽ അവർ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആകാശത്തിലെ ഗോളങ്ങൾ പോലും അല്ലെങ്കിൽ ദേവന്മാർ പോലും. ആന്തോളയതി എന്നുള്ളതിന് ഭ്രമയതി, ചുറ്റിത്തിരിയുന്നു. സൂര്യൻ
നിരന്തരം കിഴക്കുതിച്ച് പടിഞ്ഞാറ് ദിക്കിലേക്ക് യാത്രയാകുന്നു. ഋതുഭേദങ്ങൾക്ക് കാരണം ഈ സൂര്യനാണ്. വേനൽക്കാലവും മഞ്ഞുകാലവും മഴക്കാലവും ഹേമന്തവും ശിശിരവും ഒക്കെ ഇങ്ങനെ മാറി മാറി വരാൻ കാരണം അതിൽ സൂര്യൻ്റെ പങ്കുണ്ട്. ഭൂമിയുടെ പരിക്രമണമാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നുണ്ടെങ്കിലും സൂര്യനും ഒരർത്ഥത്തിൽ ഋതുഭേദങ്ങൾക്ക് കാരണക്കാരനാണ്. ന ച രോധയിതും ദേഹം ന സമർത്ഥോ ദിനേശ്വരഃ നിരിച്ഛയേവ നിർവാണസ്തഥാപ്യാസ്തേ യഥാസ്ഥിതം. ന ച രോധയിതും ദേഹം ന സമർത്ഥോ ദിനേശ്വരഃ. ദിനേശ്വരനുണ്ടല്ലോ, ദിനത്തിൻ്റെ നാഥൻ, സൂര്യൻ എന്നർത്ഥം. ആ ദിനകരൻ തൻ്റെ ശരീരത്തെ ചലനത്തിൽ നിന്ന് രോധിക്കാൻ സമർത്ഥനല്ല. അദ്ദേഹത്തിന് ചലിക്കാതിരിക്കാൻ പറ്റില്ല എന്നർത്ഥം. നിരിച്ഛയേവ നിർവാണഃ. അദ്ദേഹത്തിന് ചലിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. അദ്ദേഹം ജീവൻ മുക്തനാണ്. സൂര്യദേവൻ മോക്ഷസ്ഥിതിയിൽ കഴിയുന്നയാളാണ്. തഥാപ്യാസ്തേ യഥാസ്ഥിതം. അദ്ദേഹത്തിൻ്റെ നിയോഗമെന്ന് പറയുന്നത് ലോകത്തിന് പ്രകാശം ചൊരിയുക എന്നുള്ളതാണ്. ആ കർമ്മം ചെയ്യാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അത് ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഓരോരുത്തരും അവരവരുടെ ജോലി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാത്രം എന്തിനാണ് നമ്മുടെ കൃത്യത്തിൽ നിന്ന് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് പിന്മാറാൻ ആഗ്രഹിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. പറ്റുന്നിടത്തോളം ചെയ്യുക. ചെയ്യാതിരിക്കാൻ പറ്റില്ല. ചെയ്യാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ചെയ്യുക. നമ്മുടെ പ്രാരബ്ധമാണത്. ഓരോ ശരീരത്തിനും ഓരോ പ്രാരബ്ധമുണ്ട്. ഏതൊക്കെ ഓഫീസിൽ ജോലി ചെയ്യണം, ആരുടെയൊക്കെ വായിലുള്ളത് കേൾക്കണം, എന്തൊക്കെ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കണം, ഇതൊക്കെ ഓരോരുത്തരുടെ പ്രാരബ്ധമാണ്. അതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. ചിലർ റിസൈൻ ചെയ്ത് പോകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ സാറിനെ പോലെയുള്ളവർ VRS എടുത്ത് രക്ഷപ്പെട്ടുവല്ലോ എന്ന്. നിങ്ങൾക്കെങ്ങനെ പറയാൻ പറ്റും ഞാൻ രക്ഷപ്പെട്ടെന്ന്? ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ഒരു ദിവസം ചെയ്യുന്ന ജോലിയേക്കാളും കൂടുതൽ ജോലി ഞാനിപ്പോൾ VRS എടുത്തതിന് ശേഷം ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിൽ ശരി. കർമ്മം ആരെ വിട്ടു? നീ ഓഫീസിൽ ഉണ്ടാക്കിയത് മതി എന്നാണ് ഭഗവാൻ പറഞ്ഞത്. നീ ഓഫീസിൽ ഈ ഫയലും കമ്പ്യൂട്ടറിലും ഒക്കെ എന്തൊക്കെ ചെയ്തിട്ടില്ല, നിർത്ത്. നീ അടുത്തത് വേറെ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ഒക്കെ നടത്തിക്കൊണ്ടിരി. നിന്നെ തേടി നിന്നെ കർമ്മത്തിലേക്ക് തള്ളിവിടാനുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞയക്കുമെന്നാണ്. എല്ലാം നിങ്ങളെ മാത്രമല്ല ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങളാരും വരുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ഞാനിവിടെ വരേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ ആരെങ്കിലുമൊക്കെ എത്തും. ഈശ്വരൻ നിങ്ങളെ തള്ളി തള്ളി ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ഉന്തലുണ്ടാവും. ഉള്ളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ അവിടെ വന്ന് ഇരിക്കും. പക്ഷെ അവരെ നിരാശരാക്കരുത്, അത് ശരിയല്ല എന്നൊരു ചിന്തയെ എൻ്റെ ഉള്ളിൽ ഇളക്കി വിടും ഈശ്വരൻ. ഞാൻ ഇവിടെ വരും, എന്തെങ്കിലും 4 വാക്ക് പറയും. ഇതാണ് കളി എന്ന് പറയുന്നത്. ആൾ വളരെ കുറഞ്ഞു പോയല്ലോ. കുറേ ശരീരങ്ങളെ ഇങ്ങോട്ട് അയക്കാൻ ഈശ്വരന് ഇഷ്ടമില്ല. അവർ വരുന്നില്ല. കുറച്ചാളുകൾ എത്തുന്നു, അവർ കേൾക്കുന്നു. ആൾ കുറഞ്ഞത് പോയിട്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല കേട്ടോ. ഞാൻ വരുമ്പോൾ നോക്കും ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ. വേറൊന്നുമല്ല, ആളിങ്ങനെ സ്ഥിരമായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കസേരകൾ ഒരു സ്ഥലത്ത് ഒന്നിൻ്റെ പുറത്തൊന്നിങ്ങനെ അടുക്കി വയ്ക്കാമല്ലോ. വെറുതെ ഇങ്ങനെ ഇവിടെ നിരത്തി ഇടേണ്ട കാര്യമില്ലല്ലോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ആദിത്യൻ മുതലായ പ്രപഞ്ച ഘടകങ്ങൾ എല്ലാം മോക്ഷസ്ഥിതിയിലാണ്. അവരവരുടെ കർമ്മങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിർവാണോ ജീവൻ മുക്ത. സൂര്യദേവൻ ജീവൻ മുക്തനാണെന്നാണ് പറയുന്നത്.
ജീവൻ മുക്തൻ, പ്രത്യക്ഷമായി നമുക്ക് കാണാൻ കഴിയുന്ന ജീവൻ മുക്തനാണ് ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ആദിത്യ ഭഗവാൻ. ചന്ദ്രോനുഭവതി വ്യർത്ഥമാകൽപ്പം ക്ഷയമക്ഷയം ജീവൻ മുക്തതയാ ഖിന്നോ യഥാസ്ഥിതമവസ്ഥിത. അടുത്തത് ചന്ദ്രൻ്റെ കാര്യം പറയാം. മൂപ്പരും ജീവൻ മുക്തൻ തന്നെ. എന്താണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ? ചന്ദ്രോ അനുഭവതി വ്യർത്ഥം ആകൽപ്പം ക്ഷയമക്ഷയം. ഒരിക്കലും ക്ഷയിക്കാത്ത ക്ഷയത്തെ അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിലും ശുക്ലപക്ഷത്തിൽ ചന്ദ്രന് വർധന ഉണ്ടാകുന്നു. കൃഷ്ണപക്ഷത്തിൽ ചന്ദ്രബിംബം കുറച്ചായിട്ടിങ്ങനെ അതിൻ്റെ ആകൃതി കുറഞ്ഞു വരുന്നു. അപ്പോൾ വൃദ്ധിയും ക്ഷയവും ചന്ദ്രനുണ്ട്. സൂര്യഭഗവാന് വൃദ്ധിക്ഷയങ്ങളില്ല, അങ്ങേർക്ക് ഗ്രഹണം മാത്രമേ ഉള്ളൂ. സൂര്യഗ്രഹണം അത് ഭാഗികമാകാം അല്ലെങ്കിൽ പൂർണ്ണമാകാം. ഓരോ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ ഓരോ രീതിയിലാണ്. പക്ഷേ ഈ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ നമുക്ക് വ്യക്തമായി ഓരോ പക്ഷത്തിലും കാണാൻ പറ്റും. എന്തിനാണ് ഈ ക്ഷയം? പതുക്കെ പൂർണ്ണചന്ദ്രൻ, പൗർണമിയുടെ പൂർണ്ണചന്ദ്രൻ, അത് കഴിഞ്ഞ് അല്പാൽപമായി അത് കുറഞ്ഞ് അവസാനം കർത്തവാവിൻ്റെ അന്ന് ചന്ദ്രനെ കാണാനില്ല. ഈ പാവത്തിന് ക്ഷയത്തിൽ നിന്ന് രക്ഷിച്ചൂടെ ആ ഭഗവാന്? സർവേശ്വരൻ്റെ ശിരസിലാണ് ഈ ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്, അറിയാമോ? ശിവഭഗവാന്റെ ശിരസിലാണ്. പക്ഷേ ആ ക്ഷയത്തിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷ നേടാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. ഭഗവാന്റെ തലയിൽ കയറി ഇരുന്നാലും നടക്കേണ്ടത് നടക്കുക, അനുഭവിച്ചേ പറ്റൂ. ചന്ദ്രനെ രക്ഷിക്കുന്നില്ല അതിൻ്റെ ക്ഷയത്തിൽ നിന്ന് ശിവൻ. അപ്പോൾ നമ്മളെ രക്ഷിക്കില്ലേ എന്നല്ല, പ്രാർത്ഥിച്ച് നോക്കൂ, ഒത്തു. നമ്മൾ പ്രാർത്ഥിച്ചില്ല എന്നുള്ള ഒരു കുറവ് വേണ്ട. ചോദിച്ചു നോക്കൂ, ഭഗവാന്റെ അടുത്ത് ചോദിച്ചു നോക്കൂ, അത് തരുമെന്നൊക്കെ. കിട്ടിയ ലൂട്ടി അല്ലെങ്കിൽ ചട്ടി. ചോദിക്കുന്നതുകൊണ്ടെന്താ നഷ്ടം? അപ്പോൾ ചന്ദ്രൻ പോലും വ്യർത്ഥമായി ഒരു കാരണവുമില്ലാതെ കൽപ്പാവസാനം വരെ നിരന്തരം ആ ക്ഷയത്തെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ക്ഷയിക്കും, പിന്നെയും വർദ്ധിക്കും. പക്ഷേ ഈ ക്ഷയത്തെ ഒഴിവാക്കാൻ ചന്ദ്രന് പോലും കഴിയുന്നില്ല. ജീവൻ മുക്തതയാ ഖിന്നഃ. ജീവൻ മുക്തനാണ് ചന്ദ്രദേവൻ. എങ്കിലും ഈ ക്ഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ക്ഷയരോഗം അദ്ദേഹത്തെയും ബാധിച്ചിരിക്കുന്നു. ക്ഷയരോഗം ഒരു കാലത്ത് ഈ TB എന്ന് പറയുന്നത്, ട്യൂബർകുലോസിസ് എന്ന് നമ്മൾ പറയുന്നത്, ക്ഷയം, ചുമച്ച് ക്ഷയരോഗം എന്ന് പറയുന്നത് ഒരു മാരകമായ ഒരു രോഗമാണ്. ഇപ്പം അതിനെ നിർമ്മാർജ്ജനം ചെയ്തു, ഉന്മൂലനാശം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അതിന് വാക്സിനുമുണ്ട്, BCG വാക്സിൻ. അപ്പോൾ ഈ ക്ഷയരോഗത്തിന് സംസ്കൃതത്തിലൊരു പേരുണ്ട്, രാജയക്ഷ്മ. യക്ഷ്മ എന്നുള്ള വാക്കിന് രോഗം എന്നാണ് അർത്ഥം. രോഗങ്ങളുടെ രാജാവ്, അതായത് അതിഭീകരമായ രോഗം. ഇതുപോലെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന മറ്റൊരു രോഗവുമില്ല. ചുമച്ച് നെഞ്ച് പൊട്ടി അവസാനം രക്തം ഛർദ്ദിച്ച് ആണ് മരിക്കുന്നത്. ക്ഷയരോഗം. ഉറങ്ങാൻ പറ്റില്ല, രാത്രി മുഴുവൻ ചുമച്ച് താനും ഉറങ്ങാതെ കുടുംബാംഗങ്ങളെയും ഉറങ്ങാൻ അനുവദിക്കാതെ. വല്ലാത്ത രോഗമാണ്. അതുപോലെ വേറൊരു സാധനമാണ് കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന വില്ലൻ ചുമ, വൂപ്പിംഗ് കഫ് എന്ന് പറയും. DPT വാക്സിൻ എടുക്കണമെന്ന് പറയും. അതിൻ്റെ ഫുൾ ഫോം പലരും പറയുന്നത് ഡിഫ്തീരിയ പോളിയോ ടെറ്റനസ് എന്നാണ്. അല്ല, അതിൽ പോളിയോ ഇല്ല. ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ്, DPT. ഡിഫ്തീരിയ തൊണ്ടമുള്ളതെന്ന് പറയും മലയാളത്തിൽ. P എന്നുള്ളത് പോളിയോ അല്ല, പെർട്ടൂസിസ് എന്ന് പറഞ്ഞാൽ വില്ലൻ ചുമ എന്നാണ് അർത്ഥം. വൂപ്പിംഗ് കഫ് എന്ന് നമ്മൾ പറയും, പക്ഷേ വൈദ്യശാസ്ത്രത്തിൽ പെർട്ടൂസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിഫ്തീരിയ,
വില്ലൻ ചുമ, ടെറ്റനസ്, ഈ 3 രോഗങ്ങൾക്കും കൂടിയുള്ള വാക്സിനാണ് DPT വാക്സിൻ. അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. പോളിയോയ്ക്ക് പ്രത്യേകം വാക്സിനുണ്ട്. അത് തുള്ളി മരുന്നായിട്ടാണ് കൊടുക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെ കൈക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ വരും, വായിൽ രണ്ട് തുള്ളി വായിലൊഴിക്കും. അതാണ് പോളിയോ രോഗത്തെ പ്രതിരോധിക്കുന്നത്. അല്ലാതെ DPTയിൽ പോളിയോ അല്ല, അതിൽ വില്ലൻ ചുമയ്ക്കുള്ള പ്രതിരോധമാണ് ആ മരുന്നിൽ ഉള്ളത്. ഇപ്പോൾ ജീവൻ മുക്തനാണെങ്കിലും ഈ ചന്ദ്രദേവൻ തൻ്റെ ശരീരത്തെ ക്ഷയത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം അല്പം ഖിന്നനാണെന്നാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അദ്ദേഹത്തിന് ചെറിയ വിഷമമുണ്ട്. യഥാസ്ഥിതം അവസ്ഥിത, എന്നാലും ഈശ്വരൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് പല അനുഭവങ്ങളിലൂടെയും കടന്നുപോയേ പറ്റൂ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എല്ലാം സഹിച്ചുകൊണ്ട് കഴിയുന്നു. നമ്മളും അങ്ങനെ തന്നെ വേണം. ആകൽപ്പം കൽപ്പാന്താവധി ക്ഷയം രാജയക്ഷ്മാണം. ഞാൻ പറഞ്ഞില്ലേ, രാജയക്ഷ്മ ക്ഷയം. ആ രോഗം ക്ഷയരോഗം ചന്ദ്രൻ്റെ ശരീരത്തെ പോലും കാർന്നു തിന്നുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. മരുത്തഹവ്യ ഗൗരീശ വീര്യഗ്രാസാദിഖേദിതാം ജീവൻ മുക്തോ വഹത്യഗ്നിർ യഥാസ്ഥിത്യാ സമസ്ഥിതി. പക്ഷേ ഈ അഗ്നിദേവനെ അങ്ങനെ ഒന്നും ബാധിക്കുന്നില്ലല്ലോ, മൂപ്പർക്ക് ഒരു പ്രയാസവും ഇല്ലല്ലോ. എന്ത് അഗ്നിയിൽ നിക്ഷേപിച്ചാലും അതിനെയൊക്കെ ക്ഷണനേരം കൊണ്ട് കത്തിച്ച് ചാമ്പലാക്കും. ഇപ്പോൾ സൂര്യന് പ്രശ്നമില്ല, പക്ഷേ അദ്ദേഹത്തിന് നിരന്തരം യാത്ര ചെയ്യേണ്ടി വരുന്നു ശൂന്യാകാശത്തിലൂടെ. ചന്ദ്രന് ക്ഷയമുണ്ട്. അഗ്നിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഗ്നിക്ക് ഒരു കുഴപ്പം സംഭവിച്ചതായിട്ട് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഒരു കഥയുണ്ട്. അഗ്നിദേവന് അജീർണം ബാധിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അജീർണം, ദഹനക്കുറവ്. എല്ലാറ്റിനെയും കത്തിക്കുന്നവനാണ് അഗ്നി. ദഹനൻ എന്നാണ് അഗ്നിയുടെ ഒരു പര്യായ പദം തന്നെ. അഗ്നിക്ക് കുറുന്തോട്ടിക്കും വാദവോ? ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന പോലെയാണ്. ഭ്രാന്ത് പിടിച്ചവനെ കെട്ടിയിടാനാണ് ചങ്ങല. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ, കുറുന്തോട്ടിക്ക് വാദം വന്നാൽ, വേലി തന്നെ വിളവ് തിന്നാൽ, ഇതിനൊന്നും പരിഹാരമില്ല. അപ്പോൾ ഈ അഗ്നിദേവന് അജീർണം ബാധിച്ചു. അതിനെക്കുറിച്ചൊരു കഥയുണ്ട്, അത് വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. മരുത്ത ഹവ്യ ഗൗരീശ വീര്യഗ്രാസാദിഖേദിതം. മരുത്തൻ എന്നു പേരായ ഒരാൾ നിരന്തരം അഗ്നിയിൽ നെയ്യ് കോരി ഒഴിച്ചു ഹവിസായിട്ട്. ആ നെയ്യ് ഒരുപാട് കഴിച്ച് അഗ്നിയിലാണല്ലോ ഇതെല്ലാം വന്ന് പതിക്കുന്നത്. അദ്ദേഹത്തിന് ഖേദമുണ്ടായി, അജീർണം അദ്ദേഹത്തെ ബാധിച്ചു. ജീവൻ മുക്തോ വഹത്യഗ്നിഹി. ജീവൻ മുക്തനാണ് അഗ്നിദേവനും, അദ്ദേഹത്തിനും ഈ അജീർണം ബാധിച്ചു. യഥാസ്ഥിത്യാ സമസ്ഥിതി. ഇങ്ങനെ ആരും അവരവരുടെ പ്രാരബ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. ജീവൻ മുക്തന്മാരായതുകൊണ്ട് അവർ എല്ലാറ്റിനെയും സഹിക്കുന്നു. അവരുടെ മനസ്സ് അത്ര കണ്ട് അസ്വസ്ഥമാകുന്നില്ല. ഇനി ആ കഥ എന്താണെന്ന് വ്യാഖ്യാനം വായിക്കുമ്പോൾ പറയാം. വ്യാഖ്യാനം വായിക്കാം. മരുത്തസ്യ യജ്ഞേ 12 വർഷപര്യന്തം ഗജശുണ്ടാ പ്രമാണാജസ്ര നിപത ഘൃതധാരാദി ഹവ്യഗ്രാസ പ്രയുക്ത അജീർണേന സ്കന്ദോത്പത്തി പ്രസംഗേ ഗൗരീശസ്യ ഗൗരീസംഗമേ ദേവൈർവിഘ്നാചരണേ സ്ഥാനാത് ക്ഷുഭിതസ്യ വീര്യസ്യ ബ്രഹ്മണോ നിയോഗാത് ഗ്രാസഃ പാനം തത് പ്രയുക്തേന അന്തർദാഹേന ആദിപദാത് ദേവാനാം ദിവാനിശം ഹവ്യവഹനദേവ സ്വാപഹരണാപ്സു നിലയനാദിനാ ഖേദിതാം. അഗ്നിക്ക് പറ്റിയ പറ്റ് എന്താണ്? മരുത്തൻ എന്നു പേരോടുകൂടിയ ഒരാൾ യാഗം ചെയ്തു. 12 വർഷം നിരന്തരം യാഗം ചെയ്തു. നിരന്തരം അഗ്നിയിൽ നെയ്യ് കോരി ഒഴിച്ചു. ഗജശുണ്ടാ പ്രമാണ,
നെയ്യ് കോരി ഒഴിച്ചതെന്ന് പറഞ്ഞാൽ ആനയുടെ തുമ്പിക്കൈയുടെ വണ്ണത്തിലാണ് നെയ്യ് കോരി ഒഴിച്ചത്. വലിയ ഹോമകുണ്ടം ഉണ്ടാക്കി, ആനയുടെ തുമ്പിക്കൈയുടെ വണ്ണം അറിയാമല്ലോ, ആ വണ്ണത്തിൽ നെയ്യ് ധാരധാരയായി ആ ഹോമകുണ്ടത്തിൽ ഒഴിച്ചു. അങ്ങനെ നിരന്തരം ആ നെയ്യ് ഭക്ഷിച്ച് നിപതത്ത് ഘൃതധാരാദി ഹവ്യഗ്രാസ, ഹവ്യമാണ്, ഹവിസ്സാണ് നെയ്യെന്ന് പറയുന്നത്. ഹവിസിൻ്റെ രൂപത്തിലാണ് ഈ നെയ്യ് സമർപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇഷ്ടമില്ലെങ്കിലും സ്വീകരിച്ചേ പറ്റൂ. അങ്ങനെ അദ്ദേഹത്തിന് അഗ്നിദേവന് അജീർണം ബാധിച്ചു. അജീർണം ബാധിച്ചപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേതസ് എന്ന് പറയുന്നത് അഗ്നിയുടെ ധർമ്മമാണ്. പുരുഷ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന രേതസ് അഗ്നിദേവൻ്റെ പ്രവൃത്തി കൊണ്ട് സംഭവിക്കുന്നതാണ്. ചൂടാണ് രേതസ്സിൻ്റെ സ്വഭാവം. അപ്പോൾ അദ്ദേഹത്തിന് അജീർണം ബാധിച്ചു. അജീർണം ബാധിച്ചപ്പോൾ സ്കന്ദോത്പത്തി പ്രസംഗേ, സ്കന്ദൻ ജനിക്കുന്ന ആ സന്ദർഭത്തിൽ ഗൗരീശസ്യ ഗൗരീ സംഗമേ, ഗൗരീശൻ ശിവഭഗവാൻ, ശിവൻ ഗൗരിയുമായിട്ട് സംഗമിക്കുന്ന സമയത്ത് ദേവൈർ വിഘ്നാചരണേ, ദേവന്മാർ വിഘ്നം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. എന്താണ് ആ കഥ എന്താണെന്ന് എനിക്കറിയത്തില്ല. ദേവന്മാർ ഗൗരിയുമായിട്ട് ശിവൻ സംഗമിക്കുന്നതിൽ വിഘ്നം ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ സ്ഥാനാത് ക്ഷുഭിതസ്യ വീര്യസ്യ, ദേവന്മാർ വിഘ്നം ഉണ്ടാക്കിയത് കാരണം അസ്ഥാനത്ത് രേതസ് സ്ഖലിച്ചു, വീര്യം പുറത്തേക്ക് വന്നു. അങ്ങനെ ആ വീര്യം കൊണ്ട് ബ്രഹ്മണോ നിയോഗാത്, അസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ അസമയത്ത് രേതസ് വിസർജിക്കപ്പെട്ടു. സ്ത്രീ സംഗമത്തിൽ മാത്രമേ രേതസ് വിസർജിക്കാവൂ എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. മറ്റ് രീതിയിൽ രേതസ് വിസർജിക്കാൻ പാടില്ല. അത് ശരീരത്തിൽ ധാതുക്ഷയം ഉണ്ടാക്കുന്നതാണ്. ഇതൊന്നും ആധുനിക വൈദ്യശാസ്ത്രം അംഗീകരിക്കത്തില്ല. അവർ പറയുന്നത് ഈ രേതസ്സിലെ കണ്ടന്റ് എന്ന് പറയുന്നത് പ്രോട്ടീനാണ്, മാംസ്യം. അത് വിസർജിക്കുന്നതുകൊണ്ട് ദോഷമില്ല എന്നാണ്. അമിതമായ രേതോ വിസർജനം പല രോഗങ്ങൾക്കും കാരണമാകും, അകാല വാർദ്ധക്യത്തിന് കാരണമാകും. അതുകൊണ്ട് ഈ രേതസ്സിനെ നിയന്ത്രിച്ച് നിർത്തണം. ആവശ്യത്തിന് വേണ്ടി മാത്രമേ, പുത്രോത്പാദനത്തിന് വേണ്ടി മാത്രമേ അതിനെ വിസർജിക്കാവൂ എന്നാണ്. അപ്പോൾ അസ്ഥാനത്ത് ഈ രേതസ് വിസർജിച്ചതുകൊണ്ട് ആ രേതസ്സിനെ ബ്രഹ്മദേവൻ്റെ ആജ്ഞപ്രകാരം അഗ്നിക്ക് സ്വീകരിക്കേണ്ടി വന്നു. കാരണം രേതസ് എന്ന് പറയുന്നത് തിളയ്ക്കുന്നതാണ്, അത്യന്തം ചൂടുള്ളതാണ്. അപ്പോൾ അതിനെ താങ്ങാൻ അഗ്നിദേവന് മാത്രമേ സാധിക്കൂ. അപ്പോൾ ബ്രഹ്മദേവൻ അഗ്നിദേവനോട് ആജ്ഞാപിച്ചു, ഈ ശിവൻ്റെ രേതസ്സിനെ നീ ഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അഗ്നിദേവൻ ആ രേതസ്സിനെ ഗ്രഹിച്ചു. എങ്ങനെ ഗ്രഹിച്ചു എന്ന് ചോദിച്ചാൽ നിയോഗാത് ഗ്രാസഹ, പാനം, അതിനെ കുടിച്ചു എന്നാണ്. ശിവൻ്റെ രേതസ്സിനെ അഗ്നിദേവൻ പാനം ചെയ്തു. തത് പ്രയുക്തേന അന്തർദാഹേന, അത് ഉള്ളിൽ ചെന്നതോടുകൂടി അഗ്നിദേവൻ്റെ വയറ് മുഴുവൻ കത്താൻ തുടങ്ങി. അതികഠിനമായ, കാരണം ശിവൻ്റെ രേതസ്സാണ്, അഗ്നിദേവനെ പോലും ദഹിപ്പിക്കാൻ ശക്തിയുള്ളതാണ്. അപ്പോൾ ഇത് അകത്ത് ചെന്നപ്പോൾ വയറ്റിൽ വല്ലാത്ത നീറ്റൽ അനുഭവപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് എങ്ങനെ രക്ഷിക്കും? അതിനെന്ത് ചെയ്തു? ആദിപദാത് ദേവാനാം ദിവാനിശം ഹവ്യവഹന ദേവസ്വാപഹരണാപ്സു നിലയനാദിനാ ഖേദിതം. അതിശക്തമായ എന്താ പറയുന്നത്, വയറിൽ ഒരു നീറ്റൽ, വയറ് കത്തുന്നത് പോലെ അനുഭവപ്പെട്ടു. അവസാനം രാവും പകലും ഈ അഗ്നിദേവന് വെള്ളത്തിനടിയിൽ മുക്കിക്കിടത്തി, കടലിൻ്റെ ഉള്ളിലോ മറ്റോ ഈ അഗ്നിദേവന് രാവും പകലും ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ കടലിൻ്റെ അടിയിൽ
വെച്ചപ്പോഴാണ് ഈ ചൂടൊന്ന് ശമിച്ചത്. അപ്പം ഇങ്ങനെയൊക്കെ ഓരോ കഥകളുണ്ട്. അപ്പോൾ വെള്ളത്തിനടിയിൽ മുങ്ങിയിരുന്നത് കൊണ്ട് എത്രയോ വർഷങ്ങൾ അഗ്നിദേവന് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. വെള്ളത്തിൻ്റെ ഉള്ളിൽ മുങ്ങിയിരിക്കുകയാണ്, കാരണം ഈ ചൂടൊന്ന് ശമിക്കാൻ വേണ്ടി. അങ്ങനെ അഗ്നിദേവന് പോലും പല ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വന്നു. ഇപ്പോൾ ദേവന്മാർ പോലും ഈ പ്രാരബ്ധത്തിൻ്റെ അടിമകളാണ് എങ്കിൽ സാധാരണക്കാരുടെ കാര്യം പറയാനുണ്ടോ? അല്ല, ഇതൊക്കെ കഥയല്ലേ, വെറുതെ പറയുന്നതല്ലേ? കഥയായിക്കോട്ടെ, നമ്മുടേത് കഥയല്ലേ? ഇതൊക്കെ വെറുതെ ശാസ്ത്രങ്ങൾ പറയുന്നതാണ്, ചുമ്മാ രസിപ്പിക്കാൻ വേണ്ടി എന്ന് പറയുന്നു. ഈ ലോകമെന്ന് പറയുന്ന ഒരു നാടകമാണ്, അല്ലെങ്കിൽ സിനിമ പോലെയാണ് എന്ന് വേദാന്തം പറയുമ്പോൾ നമ്മുടെ കഥ അഗ്നിദേവൻ്റെ കഥയിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാവുക? എല്ലാം ഒരു നാടകം. അപ്പോൾ അഗ്നിദേവനും ഇതുപോലെയുള്ള പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, രാമ, നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ചെറിയ ഒരു ഗ്യാസ് ട്രബിളോ അല്ലെങ്കിൽ വയറ്റിന് നീറ്റിലോ എന്തെങ്കിലും ഒരു ജലീസിലോ എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ച് ശമിപ്പിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ അഗ്നിദേവന് ഉണ്ടായതുപോലുള്ള നീറ്റലൊന്നും നമുക്ക് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഉള്ള എന്താണോ അനുഭവിക്കേണ്ടത് അതിനെ ശാന്തമായി ആത്മനിഷ്ഠയോടുകൂടി എല്ലാം ബ്രഹ്മമാണ് എന്ന ഭാവത്തോടു കൂടി അനുഭവിച്ചോളൂ രാമ. അത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. വാസ്തവത്തിൽ ഇതൊന്നും ഇവിടെ ഇല്ല, എല്ലാം വെറും മായയാണ്, സ്വപ്നത്തിലെ കാഴ്ചകൾ പോലെയാണ്. തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് നാളെ വായിക്കാം.